എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമുക്ക് ഒരു ഹാപ്പി റീഡിങ് ചെയ്യാം അല്ലേ? ഓണമൊക്കെ ആയിട്ട് നമുക്ക് ഓണം കഴിഞ്ഞിട്ടില്ലേ, എന്നും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഹാപ്പി കാര്യങ്ങൾ എന്തെങ്കിലും നോക്കാം. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം അല്ലേ? അപ്പോൾ നിങ്ങൾക്കും സന്തോഷമാവും, എനിക്കും സന്തോഷമാവും. അത് നോക്കാം നമുക്ക്. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റഡ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കിയൊക്കെ വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്ട് ചെയ്തോളൂ. ബാക്ക് ടു നോർമലാണ് ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. അതുപോലെ ശംഖുപുഷ്പം അറിയില്ലേ നിങ്ങൾക്ക്? ഇത് ശംഖുപുഷ്പം വീട്ടിൽ വെക്കുന്ന വളരെ നല്ലതാണ് കേട്ടോ. ശംഖുപുഷ്പത്തിൻ്റെ ചെടി വീട്ടിൽ വെക്കുന്ന വളരെ നല്ലതാണ്. ഹിന്ദുക്കൾക്ക് രീതിയിലാണ് ഞാൻ പറയുന്നത്. എനിക്ക് മറ്റ് റിലിജനിലുള്ള കാര്യം അറിയില്ല. ഹിന്ദു പരമായിട്ട് നമ്മൾ വിചാരിക്കുന്ന ശംഖുപുഷ്പം വിഷ്ണു ഭഗവാനും ശിവഭഗവാനും ഗണപതിക്കും ദേവിമാർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു പുഷ്പമാണ്. മെഡിസിനൽ വാല്യൂ ഉള്ള പുഷ്പവുമാണ് കേട്ടോ. നമ്മളത് വെച്ച് ചായയൊക്കെ ഇട്ട് കുടിക്കാറുണ്ട്. ഭയങ്കര ഹെൽത്തി ആയിട്ടാണത്. ആൻറ്റി ഓക്സിഡൻ്റാണ്. വളരെ ഹെൽത്തി ആയിട്ടാണ് അത് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ചെടി വേണമെങ്കിൽ അതിൻ്റെ വിത്ത് വേണമെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് വേണമെങ്കിൽ വിത്തിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഞാൻ ഓൺലൈനിൽ തന്നെ വിത്ത് വാങ്ങിച്ച് മുളപ്പിച്ചെടുത്താണ്. ഇഷ്ടം പോലെ പൂക്കൾ കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം. അത് വെച്ചതിന് ശേഷം വളരെ ഐശ്വര്യമായിട്ട് തോന്നുന്നുണ്ട് വീട്ടിൽ. ഓക്കെ, വീട്ടിൽ സ്ഥലമുള്ളവർ തീർച്ചയായും വെക്കുക. ചെടി ചട്ടിയിൽ വെച്ചാലും വളരും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് എൻ്റെ വ്യൂവേഴ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ വ്യൂവേഴ്സിന് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിക്ക് എൻ്റെ വ്യൂവേഴ്സിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? വ്യൂവേഴ്സിന് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിക്ക് അവരിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിന് സന്തോഷമാവട്ടെ. എടുക്കാണ് കേട്ടോ. 4 of Wands, Empress obviously, Queen of Wands, 10 of Pentacles, Hanged Man, Star, King of Wands, 4 of Pentacles, Ace of Wands, 8 of Cups, 7 of Pentacles, 9 of Pentacles, ഡെവൽ. എനിക്ക് ഹാങ്ഡ് മാനും 8 of Cups മാത്രം ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. ക്ലാരിഫൈ ഹാങ്ഡ് മാൻ, ക്ലാരിഫൈ ഹാങ്ഡ് മാൻ, ക്ലാരിഫൈ ഹാങ്ഡ് മാൻ. ഓ, ലവേഴ്സ്, അത് ശരി. ക്ലാരിഫൈ 8 of Cups, ക്ലാരിഫൈ 8 of Cups, ക്ലാരിഫൈ 8 of Cups, 3 of Wands. ഓക്കെ, ആദ്യമായിട്ട് നിങ്ങൾ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാണെന്ന് അവർ കരുതുന്നു കേട്ടോ. നിങ്ങളുടെ പോസിറ്റിവിറ്റി എവിടെ ചെന്നാലും അവിടെ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുന്ന സ്വഭാവം. നിങ്ങളൊരു ഇവൻറ്റിൽ ചെന്നു, ആ ഇവൻറ്റിൻ്റെ ജീവനായി മാറും. ഓഫീസിലാവട്ടെ വീട്ടിലാവട്ടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് മുന്നിൽ നിന്ന് ചെയ്യുന്ന വ്യക്തിയാണ്. എപ്പോഴും നിങ്ങൾ വരുന്ന അവിടെ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും, ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. 4 പേര് സംസാരിച്ചിരിക്കുന്നു, 5ാമത് ആയിട്ട് നിങ്ങൾ വരുന്ന അവിടെ ആ മുറിയിൽ ഒരു ഹാപ്പിനെസ് സ്പ്രെഡ് ആവും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ചിരിച്ച് സംസാരിക്കുന്ന, ജോക്സ് പറയുന്ന, തമാശകൾ പറയുന്ന, മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന, എല്ലാം പോസിറ്റീവായിട്ട് റിപ്ലൈ കൊടുക്കുന്ന അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങൾ. ആ സ്വഭാവം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങളെ തന്നെ അടിമുടി അവർക്ക് ഇഷ്ടമാണ്. നിങ്ങളുടെ രൂപം, നിങ്ങളുടെ ചിരി, കണ്ണുകൾ, മുടി, കൈകൾ, ഓക്കെ, ആകെ മൊത്തം എസ്പെഷ്യലി ചില ഫീച്ചേഴ്സ് അവർക്ക് ഇഷ്ടമുണ്ടായിരിക്കും. നിങ്ങളുടെ നിറം, ഓക്കെ, നിങ്ങളുടെ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് നിറമാണെന്ന് അവർ ചിന്തിക്കാറുണ്ട്. ആ നിറം ഭയങ്കര ഇഷ്ടമാണെന്ന് കാണുന്നു. ചിരി, കണ്ണുകൾ എസ്പെഷ്യലി, ഓക്കെ, കൈകളും കൂടുതലായിട്ട്, മുടി കൂടുതലായിട്ട് അങ്ങനെ കാണുന്നു കേട്ടോ. നിങ്ങളുടെ സ്വഭാവം
ബേസിക്കലി. നിങ്ങളെ പോലെ അത്രയും സ്വീറ്റായിട്ടൊരു വ്യക്തിയെ അവരവരുടെ ലൈഫിൽ കണ്ടിട്ടില്ല. ഇങ്ങനെയും ഒരാൾക്ക് ഇരിക്കാൻ പറ്റുമോയെന്ന് നമുക്ക് തോന്നിയില്ല. ഇത്ര സ്വീറ്റായിട്ട് സത്യത്തിൽ ആൾക്കാരുണ്ടാവുമോ എന്നൊക്കെ നമുക്ക് തോന്നിയില്ലേ? എവിടെ നിന്നാണ് ഈ സ്നേഹം ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നത്? അങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന കെയർ, നിങ്ങൾ ഇവരുടെ ഓരോ കാര്യവും ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടായിരിക്കും, ഇവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ ചെയ്യാറുണ്ടായിരിക്കും. ഒരമ്മ കുഞ്ഞിനെ നോക്കുന്ന അത്രയും വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും പ്രണയത്തോടെയും അങ്ങനെയാണ് നിങ്ങൾ അവരെ നോക്കുന്നത്. അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടമാണ്. കോൺഫിഡൻസ്, എന്ത് കാര്യത്തിലും തീരുമാനമെടുത്ത് ഒറ്റയ്ക്ക് നടപ്പാക്കാനുള്ള ധൈര്യം. നിങ്ങളൊന്നിനും ആരെയും ഡിപ്പെൻഡ് ചെയ്യാറില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാനേജ് ചെയ്യാൻ നന്നായിട്ടറിയാം. മറ്റുള്ളവരെയും നിങ്ങൾ വേണ്ട രീതിയിൽ ഗൈഡ് ചെയ്യാറുണ്ട്, നിങ്ങളുടെ പേഴ്സണെ ഉൾപ്പെടെ. ഓക്കെ, ആ ഒരു ക്യാരക്ടർ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഭയങ്കര ചാമിങ് ആണെന്ന് അവർക്ക് തോന്നാറുണ്ട്. ഒരു ചാമിങ് പേഴ്സണാലിറ്റി എന്ന് പറയില്ല, എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടും നിങ്ങളെ. നിങ്ങൾ മറ്റുള്ളവരെ ഡീൽ ചെയ്യുന്ന രീതി, അത് ഓഫീസിലാവട്ടെ വീട്ടിലാവട്ടെ, വഴക്കുകളില്ലാതെ വളരെ സാമർത്ഥ്യത്തോടെ കാര്യങ്ങൾ നീക്കാൻ നിങ്ങൾക്കറിയാം. ആ കഴിവൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുടുംബത്തെ ഒന്നിച്ച് നിർത്താനുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ സ്പൗസിനായിരിക്കാനാണ് സാധ്യത. കുടുംബത്തിനെ ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടല്ലോ. ഇവിടെ നിങ്ങളുടെ കുടുംബം മാത്രമല്ല, എക്സ്റ്റെൻഡഡ് ഫാമിലി ഉണ്ടല്ലോ, ഇൻലോസ് ആവട്ടെ, മറ്റ് ബന്ധുക്കളാവട്ടെ, നിങ്ങളുടെ വീട്ടിലാവട്ടെ അവരുടെ വീട്ടിലാവട്ടെ, അതിങ്ങനെ ഒത്തു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് നല്ല കഴിവാണ്. വഴക്കുകളില്ലാതെ വളരെ സ്വീറ്റായിട്ട് എല്ലാവരെയും ഡീൽ ചെയ്ത് പോകാൻ നിങ്ങൾക്കറിയാം. എല്ലാവർക്കും നിങ്ങൾ ഇഷ്ടമാണ് നിങ്ങളുടെ കുടുംബത്തിൽ. അങ്ങനെ ആർക്കും ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത വ്യക്തി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ വളരെയധികം ഇഷ്ടമാണെന്ന് കാണുന്നു. ആ ഒരു ക്യാരക്ടർ ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾ ഇവരുടെ സ്നേഹത്തിൽ നിങ്ങൾ സ്റ്റക്കായി പോയതുപോലെയാണ് പെരുമാറാറ്. ഓക്കെ, അവർക്ക് അതൊരു അതിശയമാണ്. കാരണം അവർ ചിന്തിക്കുന്നത് അവർ നിങ്ങളെക്കാൾ ഒരു പടി താഴെയാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. കാണാനാവട്ടെ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ കുറച്ചൊരു ഡാർക്കർ സൈഡിലും നിങ്ങൾ കുറച്ച് ഫെയറർ സൈഡിലും, കുറച്ച് കറുപ്പും വെളുപ്പും എന്നുള്ള രീതിയിൽ ഏത് പേഴ്സൺ കേട്ടോ. അപ്പോൾ അവർക്ക് തോന്നാറുണ്ട് നിങ്ങളെങ്ങനെ അവരെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട്, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. പക്ഷെ നിങ്ങളാണെങ്കിൽ ആ സ്നേഹത്തിൽ അങ്ങ് സ്റ്റക്കായതുപോലെയാണ് പെരുമാറാറ്. ഒരുപാട് സ്നേഹം, അവരെ കാണാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ, അവരുടെ കാര്യങ്ങൾ തുടർച്ചയായിട്ട് അന്വേഷിക്കുക, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ അവർക്കത് വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആ കാണിക്കുന്ന ആ സ്നേഹം, ആ ഒരു 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 എന്താ പറയുക, ആ സ്നേഹത്തിൽ സ്റ്റക്കായ പോലുള്ള നിങ്ങളുടെ ആ ഭാവം ഉണ്ടല്ലോ, അതവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആരും അവരവരങ്ങനെ പെരുമാറിയിട്ടില്ല. അത് അവർ ചിന്തിക്കുന്നത് നിങ്ങളെ ചേർത്ത് പിടിക്കണം, വിട്ട് കളയാൻ പറ്റില്ല, ഒരിക്കലും വിട്ട് കളയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ മാത്രം തന്നെ ക്രേസിനെസ് അങ്ങോട്ട് കാണിക്കുന്നുണ്ട്. അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, ആ സ്നേഹപ്രകടനങ്ങൾ. ഓക്കെ, പിന്നെ നിങ്ങൾ ജീവിതത്തിൽ വന്നതിന് ശേഷം അവർക്ക് ഒരുപാട് ലക്ക് ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ആക്റ്റീവായിട്ടുള്ള വ്യക്തിയായിരിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ കാണാൻ ഭയങ്കര ഗ്ലാമറായിട്ടുള്ള, അതേപോലെ നിങ്ങൾ ഇൻസ്റ്റയിലാവട്ടെ ഫേസ്ബുക്കിലാവട്ടെ യൂട്യൂബ് അങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് മോഡലായിരിക്കാം, ആക്ടിങ് ഫീൽഡിലുള്ളവരായിരിക്കാം. നിങ്ങളുടെ ആ ഒരു കഴിവ്, അല്ലെങ്കിൽ പാട്ട്, ഡാൻസ്, വരയ്ക്കുക, എഴുതുക, കവിതകൾ പറയുക, അങ്ങനെ എന്തെങ്കിലും ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സ്കില്ല് നിങ്ങൾക്കുണ്ട്. ഓക്കെ, ആ സ്കില്ല് അവർക്ക് ഭയങ്കര എന്താണ് ഒരു ആരാധനയാണ്. അതുവഴി ആയിരിക്കണം നിങ്ങൾ കണക്റ്റ് ആയത് കേട്ടോ. ഒരുപോലെ കഥകൾ എഴുതാറുണ്ട്, കവിതകൾ എഴുതാറുണ്ടായിരിക്കും, ഡാൻസ് ചെയ്യുക, അങ്ങനത്തെ എന്തോ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്കില്ല് നിങ്ങൾക്കുണ്ട്. ആ സ്കില്ലിൽ മയങ്ങിയാണ് അവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയത്. അതിപ്പോഴും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് ലക്ക് അവർക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്കില്ലിൽ മയങ്ങിയിരിക്കുന്ന പോലെയാണ് കാണുന്നത് കേട്ടോ. കിങ് ഓഫ് വോൺസും ക്വീൻ ഓഫ് വോൺസും, ഇത് ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ, പാർട്ട്ണർ തന്നെയാണ്, അതായത് ഹസ്ബൻഡോ വൈഫോ ആണ്, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാൾ ഈ ലോകത്തില്ല എന്നുള്ള രീതിയാണ്. പരസ്പരം വളരെ സ്ട്രോങ് ആയിട്ട് ഒരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന രീതിയിൽ പരസ്പരം ഗൈഡ് ചെയ്യുകയും പരസ്പരം ആരാധിക്കുകയും എല്ലാ രീതിയിലും പരസ്പരം അട്രാക്റ്റഡാണ് നിങ്ങൾ.
ആ ഒരു സ്വഭാവം, നിങ്ങൾ അവരിൽ കാണിക്കുന്ന ഡെഡിക്കേഷൻ, അതവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് കാണുന്നു. ഓക്കെ. അതേപോലെ നിങ്ങൾ കുറച്ച് പൊസസീവായിട്ട് കാണിക്കാറുണ്ടായിരിക്കും. അവർ മറ്റാരോടെങ്കിലും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്തിരി കുശുമ്പ് കാണിക്കുക. അതേപോലെ കുറച്ച് പ്രൊട്ടക്റ്റീവായിട്ട് ബിഹേവ് ചെയ്യുക. അങ്ങനെയൊക്കെ കാണിക്കുന്ന അവർക്ക് ഇഷ്ടമാണ്. നിങ്ങളെ ചൊടിപ്പിക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം ആരുടെടുത്തെങ്കിലുമൊക്കെ പോയി നിന്ന് സംസാരിക്കുന്ന പോലെ കാണിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ ഈ കുശുമ്പ് കാണാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പറയാറുണ്ടായിരിക്കും, നീ അങ്ങനെ കാണിക്കുമ്പോൾ എനിക്കതൊരു ഒരു ത്രില്ല് തരുന്നു എന്നുള്ള മറ്റുള്ളവർ സംസാരിക്കാറുണ്ടായിരിക്കും. നിങ്ങൾ കാണിക്കുന്ന സ്നേഹം, യുവർ വേ ഓഫ് റൊമാൻസ്, ഓക്കെ, നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ഓരോരുത്തരും സ്നേഹം പ്രകടിപ്പിക്കുന്ന വേറെ വേറെ രീതിയിലായിരിക്കും അല്ലേ. ഒരാൾ പറയും പോലെ ആയിരിക്കില്ല, അല്ലെ പ്രകടിപ്പിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ ചെയ്യുന്നത്. നിങ്ങളുടെ ആ രീതി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ആയിരിക്കാം ഒരുപക്ഷെ അവരോട് പ്രപ്പോസ് ചെയ്തത്, ഓക്കെ. നിങ്ങൾ പ്രപ്പോസ് ചെയ്ത രീതി തന്നെ അവർക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന് കാണുന്നു. അതേപോലെ നിങ്ങൾ രണ്ടുപേരും യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. രണ്ടുപേരും അങ്ങനെയാണ് കണക്റ്റഡ് ആയത്. തുടർച്ചയായിട്ട് യാത്രകൾ പോകാറുണ്ട്. ഒരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമാണ്, അവർക്കും അങ്ങനെ ഇഷ്ടമാണ്. ഓക്കെ. ആ സ്വഭാവം, അതായത് രണ്ടുപേരും ഒരേ തരം വൈബ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അതവർക്ക് ഇഷ്ടമാണ്, എസ്പെഷ്യലി ട്രാവലിങ്ങിൻ്റെ കാര്യത്തിൽ. ഓക്കെ. പിന്നെ ജോലി സംബന്ധമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അവിടെ നിങ്ങൾ ജോലിയിൽ കാണിക്കുന്ന ഒരു കഴിവ്, ഡെഡിക്കേഷൻ, അതൊക്കെ അവർക്ക് ഭയങ്കര ആരാധനയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫീൽഡിൽ പ്രാഗൽഭ്യമുള്ള വ്യക്തികളായിരിക്കാം. ഓക്കെ. ഏത് ഫീൽഡിലായാലും ആ ഫീൽഡിൽ നിങ്ങൾക്ക് പ്രാഗൽഭ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ IT ഫീൽഡിലാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ മാനേജ് ചെയ്യാൻ പ്രത്യേക കഴിവുണ്ടായിരിക്കും. ഓക്കെ. പ്രസൻറ്റേഷൻസ് ചെയ്യാനൊരു പ്രത്യേക സ്കില്ലുണ്ടായിരിക്കും. അതേപോലെ താഴെയുള്ളവരെ, നിങ്ങളുടെ സബോർഡിനേറ്റ്സിനെ ഗൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല കഴിവായിരിക്കും. അതുമല്ല, നിങ്ങളൊരു വക്കീലാണ്, ഡോക്ടറാണ്, ഡ്രൈവറാണ്, എന്ത് തന്നെ ആവട്ടെ, നിങ്ങൾ ആ ഫീൽഡിൽ ഭയങ്കര പ്രാഗൽഭ്യമുള്ള വ്യക്തിയാണ്. ഓക്കെ. നിങ്ങളെ 4 പേര് ശ്രദ്ധിക്കും. അങ്ങനത്തെ കഴിവുള്ള ആളാണ്. ഇവരും അങ്ങനെ ശ്രദ്ധിക്കുന്നു, അവർക്ക് ഇഷ്ടവുമാണ് നിങ്ങളുടെ ആ കഴിവ്. ഓക്കെ. റെസ്പെക്റ്റുമാണ് കേട്ടോ. അടുത്തത്, നിങ്ങളെ ക്യാരി ചെയ്യുന്ന രീതി, നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്ന രീതി, നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ്, മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ധൈര്യം, തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തി, സെൽഫ് റിലയൻസ്, സെൽഫ് ഡിപ്പെൻഡൻസി. നിങ്ങൾ ആരെയും മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറില്ല. നിങ്ങൾക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. പുതിയ സംരംഭം തുടങ്ങുന്നതാവട്ടെ, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നതാവട്ടെ, നിങ്ങൾ സ്വയം പര്യാപ്തതയുള്ള വ്യക്തിയാണ്. തീരുമാനങ്ങൾ എടുക്കാൻ പര്യാപ്തതയുള്ള വ്യക്തിയാണ്. അതേപോലെ നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്ന രീതിയാവട്ടെ, മുടി കെട്ടുന്ന രീതിയാവട്ടെ, എല്ലാം ഇവർക്ക് ഭയങ്കര ആരാധനയാണ്. നിങ്ങളെപ്പോലെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കില്ലേ, അങ്ങനത്തെ തരം ആരാധനയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട്. ഓക്കെ. അതുപോലെ നിങ്ങളിങ്ങനെ വിട്ടുപോകാതെ അവരെ ഫോളോ ചെയ്യുന്നത് കുറച്ച് ഒബ്സസീവ് രീതിയിലാണ്. മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ ഒബ്സസീവായിട്ട് ബിഹേവ് ചെയ്യുന്നതും, തുടർച്ചയായിട്ട് ഇവർ എന്ത് ചെയ്താലും നിൽക്കാനും തിരിയാനും കഴിയാത്ത രീതിയിൽ സ്നേഹിക്കുന്നതും എല്ലാം മറ്റുള്ളവർക്ക് കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടാകും. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അത് ഇഷ്ടമാണെന്നാണ് കാണുന്നത്. അതേപോലെ ഇത് കുറച്ച് പ്രൈവറ്റായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കാം. എന്നിരുന്നാലും കാണുന്നുണ്ട്, പറയാതിരിക്കേണ്ട വിചാരിച്ചിട്ട് മാത്രം പറയുന്നതാണ്, തെറ്റായി ധരിക്കേണ്ട. നിങ്ങളുടെ പ്രൈവറ്റ് മൂമെൻറ്റ്സിൽ, ഓക്കെ, നിങ്ങളുടെ മാത്രമായിട്ടുള്ള മൂമെൻറ്റ്സ് ഉണ്ടല്ലോ, അവിടെ നിങ്ങളുടെ പെരുമാറ്റം അവർക്ക് ഇഷ്ടമാണ്. ലൈക്ക് എന്താ പറയുക, ബെഡ്റൂമിൽ നിങ്ങൾ പെരുമാറുന്ന രീതി അവർക്ക് ഇഷ്ടമാണ് എന്നും കാണുന്നു കേട്ടോ. കുറച്ച് കാർഡ്സ് കൊടുക്കാം. നിങ്ങൾ കുറച്ച് ചടുലമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കും കേട്ടോ. സ്പീഡിൽ മൂമെൻറ്റ്സ് ചെയ്യുക, ജോലി ആയാലും ഭയങ്കര സ്പീഡിൽ ചെയ്യുക. അടുക്കള ജോലി ചെയ്യുമ്പോഴാവട്ടെ ഒരു താളത്തിലായിരിക്കും ചെയ്യുക. ഓഫീസ് ജോലി ആയാലും ഭയങ്കര സ്പീഡിൽ തീർത്തിട്ട് അങ്ങനെ എഫിഷ്യൻ്റായിട്ട് സ്പീഡായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അവർക്കതിങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ജോലി ചെയ്യുന്ന ഒരു താളത്തിലായിരിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ ഇഷ്ടമാണ്. യാത്രകൾ ഇഷ്ടമാണ്. അതും
അവർക്ക് അതും ഒരു ഷെയർഡ് വൈബാണെന്ന് കാണുന്നു. നിങ്ങളുടെ സ്പീഡ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളധികം വൈകിക്കാറില്ല. അതേപോലെ എപ്പോഴും ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. തെറ്റ് കണ്ടാൽ പ്രതികരിക്കാൻ നിങ്ങൾക്ക് മടിയില്ല. നിങ്ങൾ തുറന്നടിച്ച് പറയും. തെറ്റാണ് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നിങ്ങളത് സമ്മതിക്കും, മാപ്പ് ചോദിക്കും. പക്ഷേ മറ്റൊരാളുടെ തെറ്റാണ്, അത് നിങ്ങൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. തെറ്റെന്ന് തന്നെ നിങ്ങൾ പറയും. ആ ഒരു സ്വഭാവം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ സ്പിരിച്വലി വളരെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, ഇൻറ്റ്യൂഷൻസ് കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് അവർക്ക് തോന്നാറുണ്ട്. ആ സ്പിരിച്വാലിറ്റി അവരും അങ്ങനെ തന്നെയാണ്. സ്പിരിച്വലായിട്ട് കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. ആ സ്പിരിച്വാലിറ്റിയാണ് നിങ്ങളെ തമ്മിൽ കൂട്ടിമുട്ടിച്ചത് എന്നും കാണുന്നു. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ഹാർഡ് വർക്ക്, ചെയ്യുന്ന ജോലി എന്ത് തന്നെയായാലും അത് സ്ലോ ആയിട്ടും സ്റ്റഡി ആയിട്ടും ഫിനിഷ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ. ഓക്കെ, കേസ് ബൈ കേസ് എടുത്തുകൊള്ളാം. ഒരാൾക്ക് സ്പീഡാണെങ്കിൽ മറ്റേ ആൾ സ്ലോ ആണ്, പക്ഷേ സ്റ്റഡിയാണ്. ഓക്കെ, വളരെ ആലോചിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന, എത്ര ഹാർഡ് വർക്ക് വേണമെങ്കിലും നിങ്ങൾ ഇടാൻ തയ്യാറാണ്. അത് ലൈക്ക് സക്സസ്ഫുള്ളായിട്ട്, അതിനുള്ള മലയാളം വാക്ക് എനിക്ക് കിട്ടുന്നില്ല, സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുള്ള വ്യക്തി. ഓക്കെ, പകുതി കിട്ടേച്ചും പോവില്ല. എന്ത് ടാസ്ക് നിങ്ങൾക്ക് തന്നാലും നിങ്ങൾ പകുതി കിട്ടേച്ച് പോവില്ല, അതിനെ കംപ്ലീറ്റ് ചെയ്യും. എത്ര എഫേർട്ട് എടുത്തിട്ടായാലും സമയം എടുത്തിട്ടായാലും അത് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ. ആ കൺസിസ്റ്റൻസി അവർക്ക് ഇഷ്ടമാണ്. ഓക്കെ, പിന്നെ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ രണ്ടുപേരും തന്നെ സ്റ്റുഡൻസ് ആയിരിക്കാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ പഠിത്തത്തിലുള്ള കഴിവ്, ഓക്കെ, ചിലപ്പോൾ റിസർച്ച് റിലേറ്റഡ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. എന്തിനായാലും നിങ്ങളുടെ സ്റ്റഡീസിലുള്ള കഴിവുകളെ, നിങ്ങളുടെ ഇൻ്റലക്ച്വൽ സൈഡിനെ, നിങ്ങളുടെ ബുദ്ധിപരമായിട്ടുള്ള സൈഡുണ്ടല്ലോ, അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആരാധനയാണ് എന്നാണ് കാണുന്നത് കേട്ടോ. അതേപോലെ നിങ്ങളുടെ സംസാരം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഭയങ്കര കഴിവാണ്. യുവർ വേ ഓഫ് സ്പീച്ച്, നിങ്ങളുടെ സംസാര രീതി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളരെ ആലോചിച്ച് കൃത്യമായ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ, അനാവശ്യമായിട്ട് സംസാരിക്കില്ല. ഓക്കെ, കാര്യം പറയും, പക്ഷെ കാര്യം കറക്റ്റായിരിക്കും എന്നുള്ള രീതി. സ്വീറ്റായിട്ട് വഴക്കിടാതെ ഒച്ചയിടാതെ കാര്യം ക്ഷമയോടെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കാറുണ്ട്. അത് അവർക്ക് ഇഷ്ടമാണ് എന്ന് തന്നെ കാണുന്നു. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സ് ലോങ് ടേം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയുമാണ് എന്ന് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ചിരകാല സുഹൃത്തുമായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്സൊക്കെ അങ്ങനെയാണ്. നിങ്ങൾക്കത് ഒരിക്കലും പകുതിക്ക് ഇട്ടിട്ട് പോകാൻ പറ്റാറില്ല. സ്കൂൾ കോളേജ് ടൈം മുതലുള്ള ഫ്രണ്ട്സ് തന്നെയാണ് ഇപ്പോഴും എന്നുള്ള ഒരു രീതിയിൽ ജീവിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ റിലേഷൻഷിപ്സ്, നിങ്ങൾ വളരെ കുറച്ച് റിലേഷൻഷിപ്സേ ഉണ്ടാക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ ആ ഉണ്ടാക്കുന്ന റിലേഷൻഷിപ്സ് വളരെ എന്താ പറയുക, സ്ട്രോങ് ആയിട്ടും ജീവിതാവസാനം വരെയും കൊണ്ടുപോകാൻ താല്പര്യമുള്ള വ്യക്തിയാണ് നിങ്ങൾ. ആ ഒരു സ്വഭാവം അവർക്ക് ഇഷ്ടമാണ് എന്ന് തന്നെ കാണുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആണ്. എന്താവശ്യത്തിന് അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും നിങ്ങളത് ചെയ്തു കൊടുക്കും, നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ. അല്ലെങ്കിൽ അതിനുള്ളൊരു ഗൈഡൻസ് നിങ്ങൾ കൊടുക്കും. അങ്ങനെ ആ സ്വഭാവമൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങൾ സ്വതേ ഹാപ്പി ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, ഹാപ്പി എന്ന് വെച്ചാൽ എപ്പോഴും ചിരിക്കുന്ന, നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ, ജീവിതത്തിൽ വിഷമമേ ഇല്ലേ എന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നും. എങ്ങനെ ഒരാളെ കൊണ്ട് ഇത്ര ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നു എന്നൊക്കെയുള്ള രീതിയിൽ. യാത്രകൾ ചെയ്യാറുണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്, സിനിമയ്ക്ക് പോവുക, നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്യുക, നന്നായി ഭക്ഷണം കഴിക്കുക, ഹാപ്പി ആയിരിക്കുക, മറ്റുള്ളവരെ ഹാപ്പി ആക്കുക. സങ്കടപ്പെട്ടിട്ടിരിക്കുന്ന അവസരത്തിൽ പോലും നിങ്ങൾ മറ്റുള്ളവരെ സാഡാണെന്ന് കാണുമ്പോൾ നിങ്ങൾ അവരെ സന്തോഷിപ്പിക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കും. അത്രയ്ക്ക് പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് അവർ കരുതുന്നു. ആ ഒരു സ്വഭാവം അവർക്ക്, നിങ്ങളുടെ ഹാപ്പി സൈഡ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് കാണുന്നു കേട്ടോ. ലാസ്റ്റ് കാർഡ് ഒന്ന് ഷഫിൾ ചെയ്തിട്ട് എടുക്കാം. എപ്പോഴും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ലാസ്റ്റ് കാർഡ് ഒരിക്കൽ ഒന്ന് ഷഫിൾ ചെയ്തിട്ട്.
ടു ഓഫ് കപ്സ് ഒരു റീയൂണിയനൊക്കെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് നിങ്ങളായിരിക്കും എപ്പോഴും. നിങ്ങളുടെ പഴയ സുഹൃത്ത്, ഞാൻ പറഞ്ഞില്ലേ, സുഹൃത്തുക്കളോട് വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. കുടുംബത്തിലാവട്ടെ സുഹൃത്തുക്കളോടാവട്ടെ ഒരു റീയൂണിയൻ്റെ പ്ലാനിങ് ഒക്കെ ചെയ്യുന്ന നിങ്ങളാണ്. ഓക്കെ, അത് വളരെ രസകരമായിട്ട് പ്ലാൻ ചെയ്യാനും നിങ്ങൾക്കറിയാം. ആ റീയൂണിയൻ വളരെ നല്ലതായിട്ട് ഹാപ്പി ആയിട്ട് പോകാറുമുണ്ട്. ഓക്കെ, ആ ഒരു ക്യാരക്ടർ, അതൊക്കെ ഒരു ആരാധനയാണ് അവർക്ക്. ആ ഒരു ക്യാരക്ടർ കുടുംബത്തിനെ സുഹൃത്തുക്കളെ കൂട്ടിച്ചേർത്ത് നിർത്താനുള്ള ആ ഒരു മനസ്സ്, അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് കാണുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും പോരെ. ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഇഷ്ടമില്ലാത്തത് വേറൊരു ദിവസം നോക്കിത്തരാം. ഓക്കെ, അപ്പോൾ അതെന്തായാലും ഇപ്പം വേണ്ട, ഓണമൊക്കെ കഴിയട്ടെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഓക്കെ, വേറെന്താണ്, പേഴ്സണൽ റീഡിങ് വേണ്ടവർ തീർച്ചയായും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. മറ്റൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.